Good morning, students. Adutha university question dana. If x is a Poisson variance such that probability of x is equal to 1.3 and the probability of x is equal to 0.2, then find the probability of x is equal to 0. August 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. ഇവിടെ ഒരു Poisson distribution പ്രോബ്ലം ആണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? Poisson distribution ഫംഗ്ഷൻ f of x എന്ന് പറഞ്ഞാൽ എന്താണ്? Lambda raised to x e raised to minus lambda by x factorial where x is equal to 0, 1, 2, etc. ഇതാണ് Poisson distribution function. f of lambda raised to x into e raised to minus lambda by x factorial x is equal to 0, 1, 2, etc. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? Probability of x is equal to 1. Probability of x is equal to 1 നമുക്ക് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ x ന് ഒരു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ lambda into e raised to minus lambda divided by x factorial എന്ന് പറഞ്ഞാൽ 1 factorial. That is equal to എത്രയാണ് തന്നിരിക്കുന്നത്? 0.3. ഇതൊരു ഇക്വേഷൻ 1. ഇനി അതുപോലെ പ്രോബബിലിറ്റി ഓഫ് x is equal to 2 നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാന്ന് നോക്കിയേ? ലാംഡ ഈ x ന് 2 കൊടുക്കുക, ലാംഡ സ്ക്വയർ e raised to minus lambda by 2 factorial is equal to എത്രയാണ് തന്നിരിക്കുന്നത്? 0.2. ഇതിന്റെ ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ഉം കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് x is equal to 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x is equal to 1 ന്റെ നമ്മൾ x ന്റെ സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ lambda into e raised to minus lambda by 1 factorial equal to 0.3. x equal to 2 ൽ lambda square into e raised to minus lambda by 2 factorial that is equal to 0.2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ 2 നെ ഇക്വേഷൻ 1 കൊണ്ട് ഹരിക്കുക. ഇക്വേഷൻ 2 divided by 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? lambda square e raised to minus lambda by 2 factorial divided by നമുക്ക് അർത്ഥം എഴുതാം. This is equal to equation 2 നെ equation 1 കൊണ്ട് ഹരിക്കാം. equation 2 നെ equation 1 കൊണ്ട് ഹരിക്കുമ്പോൾ equation 2 divided by equation 1. നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. lambda square e raised to minus lambda by 2 factorial divided by lambda into e raised to minus lambda by 1 factorial is equal to 0.2 divided by 0.3. equation 1 2 നെ equation 1 കൊണ്ട് ഹരിക്കാം. ഹരിച്ചു കഴിയുമ്പോൾ lambda square e raised to minus lambda by 2 factorial divided by lambda into e raised to minus lambda by 1 factorial is equal to 0.2 by 0.3. ഇതിൽ ഏതൊക്കെ ക്യാൻസൽ ചെയ്തു പോകും? e raised to minus lambda e raised to minus lambda ക്യാൻസൽ ചെയ്തു പോകും. ഒരു ലാംഡയും കട്ടായി പോകും. ബാക്കി നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത് നോക്കിയേ? lambda divided by 1 factorial 1 തന്നെയാണ് lambda divided by 2. lambda divided by 2. lambda square lambda കട്ടായി പോയി. e raised to minus lambda e raised to minus lambda കട്ടായി പോയി. 2 factorial എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 factorial 1 ആണ്. അപ്പോൾ lambda by 2 is equal to 0.2 by 0.3. That is equal to lambda is equal to 0.4 by 0.3. അപ്പോൾ ലാംഡയുടെ വാല്യൂ 4 by 3 വരും. 4 by 3. That is equal to lambda is equal to ലാംഡയുടെ വാല്യൂ നമുക്ക് 1.3. 0.4 by 0.3 that is equal to 4 by 3 വരും. That is equal to ലാംഡയുടെ വാല്യൂ 1.3. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് രണ്ട് കണ്ടീഷൻസ് ഉപയോഗിച്ച് പ്രോബബിലിറ്റി ഓഫ് x is equal to 1 0.3 ആണ്, പ്രോബബിലിറ്റി ഓഫ് x is equal to 0.2 ആണ്. ഈ രണ്ട് പ്രോബബിലിറ്റി ഉപയോഗിച്ച് ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമ്മൾ ആരെ കണ്ടുപിടിച്ചു? ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ലാംഡയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയേ? ലാംഡ is equal to 1.3. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതാണ് പ്രോബബിലിറ്റി ഓഫ് x is equal to 0 കണ്ടുപിടിക്കണം. x is equal to 0 എന്ന് പറഞ്ഞാൽ ഇവിടെ x ന് 0 കൊടുക്കുക. അപ്പോൾ lambda raised to 0 e raised to minus lambda by 0 factorial. lambda raised to 0 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ്. e raised to minus lambda 0 factorial 1 ആണ്. That is e raised to ലാംഡയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. e raised to 1.3 e raised to minus 1.3. ഇത് നമ്മുടെ കാൽക്കുലേറ്റർ നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.2725. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് x is equal to 0 പ്രോബബിലിറ്റി ഓഫ് x is equal to 0 നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.2725 എന്നാണ് ആൻസർ കിട്ടുക. ഇത് ഓഗസ്റ്റ് 21 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. ആദ്യം നമ്മൾ Poisson distribution ഫംഗ്ഷൻ എഴുതുന്നു. lambda raised to x into e raised to minus lambda by x factorial എന്ന് എഴുതിയിരിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? x is equal to 1 ഉം x is equal to 2 ഉം രണ്ട് പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് പ്രോബബിലിറ്റി ഉപയോഗിച്ച് രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടും. We get two equations. ഫസ്റ്റ് ഇക്വേഷൻ ആണ് lambda into e raised to minus lambda by 1 factorial is equal to 0.3.
രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? ലാംഡ സ്ക്വയർ ഇൻറ്റു e raised to minus lambda by 2 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 0.2. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഇക്വേഷൻ 2-നെ ഇക്വേഷൻ 1 കൊണ്ട് ഹരിക്കും. ഇക്വേഷൻ 2-നെ നമ്മൾ ഇക്വേഷൻ 1 കൊണ്ട് ഹരിക്കുമ്പോൾ ലാംഡ സ്ക്വയർ ഇൻറ്റു e raised to minus lambda by 2 ഫാക്ടോറിയൽ divided by lambda into e raised to minus lambda by 1 factorial. That is equal to 0.2 by 0.3. ഇതിലെ e raised to minus lambda e raised to minus lambda കട്ടാക്കി കളയും. ലാംഡ സ്ക്വയറിലോട്ട് ലാംഡ കട്ടാവും. അപ്പോൾ നമുക്ക് ലാംഡ by 2 is equal to 0.2 by 0.3 കിട്ടും. That is 2 അപ്പുറത്തോട്ട് ഗുണിച്ചാൽ 0.4 by 0.3 വരും. അപ്പോൾ ലാംഡ is equal to 4 by 3 വരും. അപ്പോൾ ലാംഡയുടെ വാല്യൂ 1.3 കിട്ടും. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടും. ലാംഡ is equal to 1.3. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? x is equal to 0 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനില് f of x ന് x ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 0 കൊടുത്തു. അപ്പൊ ലാംഡ is 0 e raised to minus lambda divided by 0 ഫാക്ടോറിയൽ. അപ്പോ ലാംഡ is 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. e raised to minus lambda. അപ്പൊ e raised to minus 1.3. e raised to minus 1.3 കാൽക്കുലേറ്റർ നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 0.2725. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് x is equal to 0 എന്നുള്ളതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടിയത്? 0.2725. ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓഗസ്റ്റ് 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.